നമസ്കാരം പ്രിയമിത്രങ്ങളെ, നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കടക്കാം. കഥ അവസാനം വരെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്റെ വീട് കൊല്ലത്താണ്. ഞാൻ ഗൾഫിൽ സൗദിയിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു. എനിക്കിപ്പോൾ 29 വയസ്സുണ്ട്. നല്ല വെളുത്ത ശരീരം, 6 അടിയോടടുത്ത് ഹൈറ്റ്. ജിമ്മിലൊക്കെ പോകുന്നത് കൊണ്ട് ബോഡിയെല്ലാം ഫിറ്റായിരുന്നു. ഞാൻ ലീവിന് വന്നപ്പോൾ എന്റെ വീട്ടുകാർ എനിക്ക് കല്യാണം അങ്ങ് ഉറപ്പിച്ചു. പെൺകുട്ടിയുടെ പേര് സംഗീത. 26 വയസ്സുണ്ട്. നല്ല വെളുത്തു തുടുത്ത ശരീരം, അത്യാവശ്യത്തിന് തടിയുമുണ്ട്. ആര് കണ്ടാലും ഒന്ന് തിരിഞ്ഞു നിൽക്കും. എനിക്ക് ലീവ് കുറവായതുകൊണ്ട് വന്ന് 2 ദിവസത്തിനുള്ളിൽ തന്നെ എൻഗേജ്മെന്റ് നടന്നു. ഞാനും സംഗീതയും തമ്മിൽ നല്ല കമ്പനിയാണ് കേട്ടോ. എല്ലാവരുടെയും മുന്നിൽ വളരെ ഡീസന്റ് ആയിരുന്നു ഞാൻ. തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്നത് വിജയൻ ചേട്ടനും ഭാര്യ കുമാരി ചേച്ചിയുമായിരുന്നു. കുമാരി ചേച്ചിക്ക് ഒരു 40-45 വയസ്സ് കാണും. ഒരു 5-5.5 അടി ഹൈറ്റും ജോലി ചെയ്യുന്നത് കൊണ്ട് നല്ല കടഞ്ഞെടുത്തതുപോലെയുള്ള ശരീരവുമായിരുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നല്ല ഇരുനിറമുള്ള ഒരു തടിച്ചി ആന്റി. കാലിൽ നല്ല വെള്ളിക്കുലുസുമൊക്കെ അണിഞ്ഞ് ആന്റി നടക്കുമ്പോൾ കാലിലെ ആ വെള്ളിക്കുലുസിന്റെ ആ ശബ്ദം എപ്പോഴും ചുറ്റിനും കേൾക്കാം. നെറ്റിയിൽ ഒരു വട്ടപ്പൊട്ടും സീമന്തരേഖയിൽ എപ്പോഴും സിന്ദൂരവും ചേർത്തിയിട്ടുണ്ടാകും കുമാരി ആന്റി. ഇടയ്ക്കൊക്കെ വീട്ടിൽ വരാറുണ്ട്. അവരുടെ ഏകമകൾ അടുത്തുള്ള ഒരു പയ്യന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അതിന്റെ വിഷമത്തിൽ വിജയൻ ചേട്ടൻ നല്ലൊരു മുഴുക്കുടിയനായി മാറി അന്നു മുതൽ. എന്റെ വീട്ടിൽ അമ്മയ്ക്കൊരു കൈസഹായത്തിന് കുമാരി ആന്റിയാണുള്ളത്. കല്യാണം ഉറപ്പിച്ചതിൽ പിന്നെ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കെട്ടാൻ പോകുന്ന സംഗീതയുടെ കാര്യം പറഞ്ഞ് ആന്റി എന്നെ കളിയാക്കുമായിരുന്നു. കുമാരി ആന്റിയും ഞാനും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല, അയൽബന്ധം മാത്രമേ ഉള്ളൂ. ചെറുപ്പം മുതലേ ഞാൻ അവരെ ആന്റി എന്നാണ് വിളിക്കുന്നത്. അച്ഛനും അമ്മയും കൂടി പല സ്ഥലങ്ങളിലും ഒരുമിച്ച് കല്യാണം വിളിക്കാൻ പോകുന്നത് കൊണ്ട് വീട്ടിൽ അല്ലറ ചില്ലറ പണികൾ ഞാൻ ഒറ്റയ്ക്കാണ് അതെല്ലാം ചെയ്യുന്നത്. ഒരു ദിവസം ഞാൻ സംഗീതയുമായി അല്പം ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുമാരി ആന്റി അങ്ങോട്ട് വന്നു. മോനെ, വിറക് പുരയിൽ നിന്നേ കുറച്ച് വിറകും കുറച്ച് പൊത്താനും എടുത്തു തരാമോ? മോന്റെ അമ്മയോട് പറഞ്ഞിരുന്നു ഞാൻ. അപ്പോൾ മോൻ ഇവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ശരി ആന്റി, ഞാൻ വരാം. സംഗീതയുടെ കുറച്ച് ജോലിയുണ്ട്, അത് കഴിഞ്ഞ് ഞാൻ വിളിക്കാമെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് മേശപ്പുറത്ത് വെച്ചു. പൊത്താൻകൊട്ടിലേക്ക് വിറകെടുക്കാനായിട്ട് പോയി. ഞാനാണെങ്കിൽ വീട്ടിൽ സാധാരണ കൈലിയാണ് ഉടുക്കാറുള്ളത്. വീട്ടിൽ അതാണ് പതിവ്. വീട്ടിലായതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഞാൻ അങ്ങനെ കൈലിയും മടക്കി കുത്തിച്ചെന്നു. ആന്റി എപ്പോഴും നൈറ്റിയാണ് ധരിക്കാറുള്ളത്. അന്നവർ ഒരു ചുമപ്പ് കളറിലുള്ള നൈറ്റിയാണ് ധരിച്ചിരുന്നത്. ഞങ്ങളുടെ പൊത്താനിടുന്ന പൊത്താൻകുട്ടിൽ നല്ല വലിപ്പമുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് മടലുകളും വിറകുകളും എല്ലാം അടുക്കി വെച്ചിരുന്നു. വെള്ളിക്കുലിസുമൊക്കെ കിലുക്കിക്കൊണ്ട് മുമ്പേ ആന്റിയും പുറകെ ഞാനും നടന്നു. വിറക് പുരയിൽ ലൈറ്റ് ഓൺ ചെയ്തു. വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. ആന്റി മുകളിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ രാ, ആ മുകളിലുള്ള വിറകുകെട്ട് എടുക്ക്. ശരി ആന്റി. ആന്റി ആ ഏണിങ് എടുത്തേരെ. ഒരു ചെറിയ മുളയേണി അവിടെ കിടപ്പുണ്ടായിരുന്നു. കുമാരി ആന്റി ഏണി എടുക്കാൻ വേണ്ടി കുനിഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ അപ്പോഴാണ് ആന്റിയുടെ ആ മുന്നഴക് ഞാൻ കണ്ടത്. ഇതുവരെ ഞാൻ അതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അതിലേക്ക് തന്നെ നോക്കി നിന്നു. അത് നല്ലപോലെ വിളഞ്ഞു പഴുത്തിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളമൂറി. അതെങ്ങനെയെങ്കിലും പറിച്ചെടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു. ആന്റി ഏണിയും എടുത്ത് മേലോട്ട് പൊങ്ങി. എന്നെ നോക്കിയപ്പോൾ എന്റെ കണ്ണ് അവിടെ തന്നെയായിരുന്നു. എന്താടാ, കുറുക്കന്റെ കണ്ണ് കോഴിക്കോട്ടിൽ തന്നെയാണല്ലോ. എന്താണ് ഇത്ര കാര്യമായി നോക്കിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഒന്നുമില്ല ചേച്ചി, കണ്ടിട്ട് കൊതിയാകുന്നു. പക്ഷേ ഇത്ര ഉയരത്തിൽ നിൽക്കുന്ന ആ മാങ്ങാക്കുലകൾ എങ്ങനെ കിട്ടാന്? മുറ്റത്ത് നിൽക്കുന്ന മാവിന്റെ മുകളിലേക്ക് നോക്കി ഞാൻ പറഞ്ഞു. പക്ഷെ അതങ്ങ് മുകളിലാണല്ലോടാ, അത് കിട്ടാൻ വലിയ പാടായിരിക്കും. ശ്രമിച്ചു നോക്കിയാൽ എന്താ ആന്റി കിട്ടാത്തത്? എന്തായാലും നീ ശ്രമിച്ചു നോക്ക്, കിട്ടുമോന്ന് അറിയാമല്ലോ. ഇപ്പോൾ നീ ആ വിറകിങ് വേഗം എടുത്തതാ, എന്നിട്ട് മതി നിന്റെ പുതിയ ഉറല്. അങ്ങനെ തുരുമ്പ് പിടിച്ച വിജാഗിരിയുള്ള വി ഷേപ്പിലുള്ള മുളയണി എടുത്തു. മൂലയിലിരുന്ന എണ്ണക്കുപ്പി എടുത്ത് ശകലം എണ്ണ വിജാഗിരിയിൽ ഒഴിച്ചു. വല്ലാത്ത ഒരു ചിരിയോടെ ആന്റി എന്നെ ഒന്ന് നോക്കി. ഏണി മുകളിലേക്ക് ഉയർത്താൻ ആന്റിയും എന്നെ സഹായിച്ചു. കുമാരി ആന്റി മുകളിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, മോനെ, ആ മുകളിലിരിക്കുന്ന ആ ഒരു കെട്ട് വിറയും എടുക്ക്. ഞാൻ പതുക്കെ ഏണിയിൽ പിടിച്ച് മുകളിലേക്ക് കയറി. ഓരോ പടിയും പതുക്കെ പതുക്കെ മുകളിലേക്ക് ചുവട് വെച്ച് കയറി. എതിർവശത്ത് നിന്ന് ഏണി പിടിച്ചുകൊണ്ട് ആന്റി എന്നെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. ഞാൻ അതൊന്നും ശ്രദ്ധിക്കാതെ മട്ടിൽ, ആന്റി ഈ ഒരു കെട്ട് വിറകാണോ എന്ന് ചോദിച്ചു.
ആന്റി ആണെങ്കിൽ ഏതോ സ്വപ്നത്തിൽ എന്ന പോലെ ഞെട്ടിക്കൊണ്ട് അവിടെ നിന്നും കണ്ണെടുത്തുകൊണ്ട് എന്നെ ഒന്ന് നോക്കി. അയ്യോ മോനെ, കണ്ണ് തിരുമ്മിക്കൊണ്ട് എന്റെ കണ്ണിൽ മുകളിൽ നിന്ന് പൊടി വീണു. അയ്യോ നീർന്നടാ എന്ന് പറഞ്ഞ് ആന്റി കരയാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് താഴെ ഇറങ്ങി. കുമാരി ആന്റിയുടെ അടുത്ത് ചെന്ന് കണ്ണിലേക്ക് നോക്കി. ആന്റി ആണെങ്കിൽ ഒരു വല്ലാത്ത മൂഡിലായിരുന്നു. കുമാരി ആന്റി ആകെ വിയർത്ത് നിൽക്കുകയായിരുന്നു. ഞാൻ മോനെ, ഒരു തുണിയുടെ അറ്റം പിരിച്ച് എന്റെ കണ്ണില് കടന്നെടുത്തതാടാ. ഞാൻ കൈലിയുടെ ഒരു തുമ്പെടുത്ത് ഒരു കൈയിൽ പിടിച്ചുകൊണ്ട് മറ്റേ കൈ ആന്റിയുടെ മുഖത്ത് പിടിച്ച് കണ്ണുകളിലേക്ക് നോക്കി. പക്ഷേ ഞാൻ നോക്കിയിട്ട് കരടുകളൊന്നും കണ്ടില്ല. എന്നാലും ഞാൻ ആ തുണി കൊണ്ട് കണ്ണെല്ലാം തുടച്ചു. അങ്ങനെ ആന്റിയുടെ കണ്ണിൽ നിന്ന് വെള്ളം വരെ വന്നു തുടങ്ങി. അപ്പോഴാണ് ഞാൻ നിർത്തിയത്. ശേഷം ഞാൻ മുകളിലിരിക്കുന്ന ആന്റി പറഞ്ഞ വിറക് കെട്ടുകളെല്ലാം എടുത്ത് താഴേക്ക് ഇട്ടു. അങ്ങനെ വിറകുകളെല്ലാം ആന്റി പറക്കി അടുക്കി പോകാനായിട്ട് തുടങ്ങിയപ്പോഴാണ് എടുത്തു പിടിച്ചതുപോലെയുള്ള മഴ ഇരച്ചങ്ങ് വീണു. ആ മഴ ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഭയങ്കര മഴ. മഴ മാത്രമല്ല, ഭയങ്കര കാറ്റും വീശാൻ തുടങ്ങി. പൊത്താൻകൊട്ടലിന്റെ ആ കതക് കിടന്ന് കാറ്റത്ത് പടപട അടിക്കാൻ തുടങ്ങി. അപ്പോൾ ആന്റി പറഞ്ഞു, മോനെ രാ, നീ ഈ വാതിലും അടച്ചിട്, അല്ലെങ്കിൽ അത് പൊളിഞ്ഞു പോവും. അത്രയ്ക്ക് ഭയങ്കര കാറ്റാ അടിക്കുന്നത്. എന്തായാലും ഈ വിറകും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല. കാരണം തുള്ളിക്ക് ഒരു കൂടം പോലെ മഴ പെയ്യുക, അത് മൊത്തവും നനയും. അതുകൊണ്ട് മഴ മാറട്ടെ, എന്നിട്ട് നമുക്ക് പുറത്തേക്ക് പോകാം. അങ്ങനെ ആ മഴ തോരുന്നത് നോക്കി ഞാനും ആന്റിയും അവിടെ കാത്തിരുന്നു. ആ സമയത്ത് ഞങ്ങൾ കുറെ നേരം ഇരുന്ന് സംസാരിച്ചു. അപ്പോഴാണ് ആന്റിയുടെ കാര്യങ്ങളെല്ലാം ആന്റി എന്നോട് തുറന്നു പറഞ്ഞത്. മോള് പോയതിനു ശേഷം വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നും വിജയേട്ടൻ കുടിച്ചേച്ചു വന്ന് ഒരുപാട് ഉപദ്രവങ്ങൾ തുടങ്ങിയെന്നും അപ്പോഴാണ് ഞാൻ ശരിക്കും അറിയുന്നത് തന്നെ. ആന്റി ആണെങ്കിൽ ശരിക്കും ഒറ്റപ്പെട്ട പോലെ ആണ് അവിടെ താമസിക്കുന്നത്. മോളെ വിളിക്കണമെന്നും സംസാരിക്കണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ വിജയേട്ടനെ പേടിച്ചിട്ടാണ് അതൊന്നും ചെയ്യാത്തതെന്ന് ആന്റി എന്നോട് പറഞ്ഞു. എന്തായാലും അവൾ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് മാത്രമാണ് എന്റെ ആഗ്രഹം. പക്ഷേ എന്റെ ആഗ്രഹം സാധിക്കുന്നുണ്ട്. അവൾ നല്ലപോലെ വളരെ സന്തോഷത്തോടെയാണ് അവിടെ കഴിയുന്നതെന്നും ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് ഞാനിപ്പോൾ സന്തോഷവതിയാടാ മോനെ. പക്ഷെ എന്റെ ജീവിതം ആകെ നശിച്ചുപോയി. എന്തു പറയാനാ? എന്റെ വിജയേട്ടൻ അങ്ങേർക്കിപ്പോ എന്നെ കുറിച്ച് യാതൊരു ചിന്തയുമില്ല. ഞാൻ ഒറ്റയ്ക്കാടാ മോനെ വീട്ടിൽ. സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഉള്ളിലൊതുക്കി ഞാനിപ്പോ ഒറ്റപ്പെട്ടാ ജീവിക്കുന്നത് തന്നെ. എന്ത് ചെയ്യാനാ? എന്റെ തലയിലെടുത്ത് അങ്ങനെ ആയിരിക്കും. വിജയേട്ടന്റെ കുടി മോള് പോയത് കൊണ്ടൊന്നുമല്ല. എന്തെങ്കിലും ഒരു കാരണം വേണം കുടിക്കാൻ. ഇപ്പോഴത്തെ കാരണം ഇതാണ്, അല്ലാതെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടല്ല. അങ്ങേർക്കിപ്പം മദ്യമാണ് ജീവിതം. പക്ഷേ ഞാനൊരാൾ ആ വീട്ടിലുണ്ടെന്നുള്ളത് അങ്ങേർക്കറിയില്ല. എന്റെ ആഗ്രഹങ്ങളെ കുറിച്ചോ സ്വപ്നങ്ങളെ കുറിച്ചോ അങ്ങേർക്ക് ഒരു ചിന്തയുമില്ല. ഞാനും ചോരയും നീരുമുള്ള ഒരു സ്ത്രീയല്ലേടാ മോനെ. എനിക്കുമില്ലേ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ. അങ്ങനെ ഓരോന്ന് ആന്റി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് എന്തോ ഒന്ന് വാതിൽ തട്ടി വീണത് ഞങ്ങൾ അറിഞ്ഞത്. ഞാൻ പെട്ടെന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോൾ അത് അടുത്തു നിന്ന മാവിൽ നിന്ന് ഒരു മാങ്ങയായിരുന്നു. അത് കാറ്റത്ത് എന്റെ മുന്നിലേക്ക് തന്നെ വന്നു വീണു. അത് കണ്ടപ്പോൾ എന്റെ കണ്ണുകൾ തിളങ്ങി. ഞാൻ ഒത്തിരി സന്തോഷിച്ചു. അതെടുത്ത് പൊക്കി പിടിച്ചുകൊണ്ട് ഞാൻ ആന്റിയോട് പറഞ്ഞു, ആന്റി, ഞാൻ പറഞ്ഞില്ലേ ഇത് എനിക്ക് തന്നെ കിട്ടുമെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? നീ അല്ലേലും പുലിയല്ലേടാ. നീ എന്തു പറഞ്ഞാലും അത് നടത്തുമെന്ന് ഈ ആന്റിക്ക് അറിയാമല്ലോ. മഴ വീണ്ടും ഉറക്കുകയാണല്ലോ. വിറക് ഇവിടെ ഇരിക്കട്ടെ, നാളെങ്ങാനും എടുക്കാം. പക്ഷെ വീട്ടിലോട്ട് എങ്ങനൊന്ന് പോകും? മഴ തോരട്ടെ ആന്റി, നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിട്ടിരിക്കാം. വിജയൻ ചേട്ടൻ വീട്ടിലുണ്ടോ? ഓ ഇല്ല, അങ്ങേരിനി രാത്രിയിൽ 4 കാലിലേ വരികയുള്ളൂ. ഞാനൊന്ന് മൂളി. കാറ്റിനും മഴയ്ക്കും ശക്തി കൂടിക്കൂടി വരികയാണ്. ഞാൻ ആന്റിയുടെ മുഖത്തേക്ക് ചുമ്മാതൊന്ന് നോക്കി. ആന്റി എന്തോ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ആന്റിയുടെ ആ തുടുത്ത അധരങ്ങൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അങ്ങനെ ആ വിറകുപുരയിലെ മാധുര്യം ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞു. മഴ മാറി, ഒപ്പം ആന്റിയുടെ സങ്കടങ്ങളും മാറി. ആന്റിയുടെ എല്ലാ ആഗ്രഹങ്ങളും അങ്ങനെ നിറവേറി. ഇടയ്ക്കിടയ്ക്ക് ആന്റി വിറകെടുക്കാൻ വരുമ്പോൾ ഞാൻ ആന്റിയെ വിറകുപുരയിൽ വെച്ച് ഇപ്പോഴും സഹായിക്കാറുമുണ്ട്.